പെരുന്നാളുകൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എത്ര ചെറിയ പെരുന്നാളായാലും വലിയ പെരുന്നാളുകൾ ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർക്കും അതിനേക്കാൾ ഇഷ്ടമാണ് പെരുന്നാൾ. കാരണം എന്താ? പെരുന്നാളിന് ഇല്ലുമിനേഷനുണ്ട്, വാദ്യമേളമുണ്ട്, പിന്നെ ചിലപ്പോൾ കലാപരിപാടി ഉണ്ടാകും, വിരുന്നുകാർ വരും, നല്ല ഭക്ഷണം കിട്ടും, പിന്നെ നേർച്ചയിടാൻ കാശ് കിട്ടും. ആ കാശ് കൊണ്ട് തോക്ക് മേടിക്കാം, ബലൂൺ മേടിക്കാം, ഐസ്ക്രീം മേടിക്കാം. പെരുന്നാൾ കഴിഞ്ഞ പിറ്റേ ദിവസം ഭയങ്കര സങ്കടവും. പെരുന്നാൾ തീർന്നു പോകുന്നത് എന്തൊരു വിഷമമാണെന്ന് അറിയാമോ? പിള്ളേർക്ക് ഇങ്ങനെ നോക്കി നിൽക്കും, ഇല്ലുമിനേഷൻ കഴിക്കണമെങ്കിൽ നോക്കി നിൽക്കും. പടക്കം പൊട്ടിച്ചെടുത്ത് ഒന്നുകൂടി പോയി നോക്കും, പൊട്ടാത്ത പടക്കം എല്ലാം കിടക്കുമ്പോൾ പൊട്ടിക്കാനായിട്ട്. ബലൂണിലെ കാറ്റ് പോകും, തോക്ക് കേടാവും. തിരുനാൾ പിറ്റേന്ന് നമ്മൾ അനുഭവിക്കുന്ന വല്ലാത്തൊരു വേദനയുണ്ട്, തിരുനാൾ തീർന്നു പോയല്ലോ എന്ന്. എന്നാൽ ഒരു ക്രൈസ്തവൻ, ഒരു കത്തോലിക്കൻ ഒരിക്കലും തിരുനാളുകൾ തീരുന്നില്ല. തിരുനാൾ എന്ന് പറഞ്ഞ വിശുദ്ധമായ നാൾ, നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന നാളാണ് തിരുനാൾ. നമുക്ക് എന്നും ജീവിതത്തെ വിശുദ്ധീകരിക്കാനുള്ള സാഹചര്യവും സാധ്യതയുണ്ട്. ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന കുർബാനയിൽ പങ്കെടുക്കാൻ നമുക്ക് അവസരമുണ്ട്. ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന ഉപസാരം ഉദാസീകരിക്കാൻ സാധ്യതകളുണ്ട്. ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന വചനം വായിക്കാൻ അവസരങ്ങളുണ്ട്. ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്നും തിരുനാളാണ്. നമുക്ക് ആഘോഷിച്ചു കൊണ്ടിരിക്കാം, ജീവിതത്തെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കാം. അതിന് 2 കാര്യങ്ങളാണ് വേണ്ടത്. 1, വിശുദ്ധന്റെ മാധ്യസ്ഥം യാചിക്കണം. 2, വിശുദ്ധന്റെ മാതൃക അനുകരിക്കണം. വിശുദ്ധരൊക്കെ നല്ല മധ്യസ്ഥരാണ്. ഞാനിവിടെ വന്ന സംഗീതത്തില് ഒരുപാട് പിള്ളേരുണ്ട്, എല്ലാവരോടും ചോദിക്കാൻ പറ്റിയില്ല. ഞാനിങ്ങനെ അലനോടും ഐസക്കിനോടും അലോനോടൊക്കെ ചോദിച്ചു, ഈ പുണ്യാളെ കുറിച്ച് എന്താ പറയും? അതൊന്ന് പൊക്കി അങ്ങനെ പറഞ്ഞോളാം പറയും. ഞങ്ങളുടെ പുണ്യാളെ പൊക്കി പറഞ്ഞോളാം പറയും. അവരുടെ നല്ല പുണ്യാളനാണ്, ചോദിച്ചാലൊക്കെ തരുന്ന പുണ്യാളനാണെന്ന് ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞപ്പോൾ അത് ഏറെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഈ വിശുദ്ധരൊക്കെ നല്ല മധ്യസ്ഥരാണ്. എത്ര വട്ടം ഈ പുണ്യമാറ്റം എടുത്തു വന്ന് കൈകൂപ്പി കരഞ്ഞ് പ്രാർത്ഥിച്ചു. വീട് പണി പൂർത്തിയാകണം, ജോലിയുടെ കാര്യം, മോളുടെ വിവാഹം, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വേണം, രോഗം മാറണം, കടുവന്ന് വീടണം, കെട്ടിയവന്റെ മോന്റെ അപ്പന്റെ സ്വഭാവം നന്നാവണം എന്നൊക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അന്നൊക്കെ പുണ്യമാണ് നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. അതാണ് വിശുദ്ധർ. വിശുദ്ധരൊക്കെ നല്ല മധ്യസ്ഥരാണ്, നല്ല മധ്യസ്ഥരാണ്. ചിലർ ചോദിക്കാണ്ട് എന്തിനാണ് വിശുദ്ധര് കർത്താവിനോട് നേരിട്ട് പറഞ്ഞാൽ പോലെ? ഇവരും വേണമെന്നേ നിങ്ങൾ ഞങ്ങളോട് പറയാറില്ല. അച്ഛാ കുർബാനയില്ല കാസയും വിലാസം എടുത്ത് ഉയർത്തിട്ട് ഞങ്ങളുടെ കുടുംബത്തിലൂടെ അതിനകത്തിട്ടോട് ഉയർത്തിക്കൊള്ളുണ്ട്. അച്ഛാ നിങ്ങൾ ഞങ്ങളോട് പറയും പ്രാർത്ഥിക്കണം, ഞങ്ങൾ നിങ്ങളോടും പറയാറുണ്ട് അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണോണ്ട്. നിങ്ങൾക്കൊരു ധാരണയുണ്ട്, ഞങ്ങൾ അൾത്താരിൽ നിൽക്കുന്നവര്, കർത്താവിന്റെ കുരിശിനോട് ചേർന്ന് നിൽക്കുന്നവർ, സക്രാരിയോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുമെന്ന് നിങ്ങൾക്കൊരു ധാരണ. ഞങ്ങൾക്ക് അതിനേക്കാൾ നല്ല ബോധ്യമാണ്. നിങ്ങളെപ്പോലുള്ള സാധാരണ മനുഷ്യര് പറഞ്ഞ ദൈവം കേൾക്കും. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും പറയണേ. ഇതാണ് വിശുദ്ധരുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവരൊക്കെ ദൈവത്തിന്റെ അടുത്തുള്ളവരാണ്. അതുകൊണ്ടാണ് നമ്മൾ പുണ്യാളോട് പറയുന്നത്, പുണ്യാളതേ ഞങ്ങൾക്ക് പാടത്ത് പോകാനുണ്ട്, പറമ്പിൽ കുറെ പണിയുണ്ട്, സ്കൂളിൽ പോകണം, കുറെ കാര്യങ്ങളുണ്ട്, ഞങ്ങൾക്ക് നേരെ പുണ്യാൾ ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞോട്ടാ. അതാണ് വിശുദ്ധർ. വിശുദ്ധരൊക്കെ ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്നവരാണ്. അവർ നല്ല മധ്യസ്ഥരാണ്. അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. അതുകൊണ്ട് തിരുനാളാകണമെങ്കിൽ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം എന്നും യാചിക്കണം. നൊവേനയും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുന്നത് അതുകൊണ്ടാണ്. ഇതെല്ലാത്തിനും പങ്കുചേർന്ന് വിശുദ്ധന്റെ മാധ്യസ്ഥം യാചിക്കാൻ. 2, വിശുദ്ധരൊക്കെ നല്ല മാതൃകകളാണ്. മാതൃക എന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ പറയാനുള്ള പണ്ട് പറയാറുള്ളതാണ്, ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ടുള്ള സംസ്കാരം ഇന്നുള്ള സംസ്കാരം, പണ്ടുള്ളത് വാട സംസ്കാരമാണ്, ഇന്നുള്ളത് പോട സംസ്കാരമാണ്. ഇന്ന് ഈ വാട പോട സംസ്കാരത്തിലുള്ള വ്യത്യാസം. പണ്ടൊക്കെ അമ്മ വീട്ടിലൊക്കെ അല്ലേ, നാട്ടുമ്പുറത്തൊക്കെ അമ്മ ഒരു 4-5 മണി 3-4-5 മണിയൊക്കെ എഴുന്നേറ്റ് മുറ്റമൊക്കെ അടിച്ച് വാരി തൊഴുത്തൊക്കെ വൃത്തിയാക്കി അപ്പോഴേക്കും അപ്പനെ എഴുന്നേറ്റ് പശുവിനൊക്കെ കിടന്ന് ഡെയിലി പാല് അമ്മേനെ എത്തിക്കും. അമ്മ പാലൊക്കെ കുപ്പികളിൽ നിറയ്ക്കും, നിറയാത്ത കുപ്പികളിൽ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിറയ്ക്കും. എഴുന്നേക്കുന്ന പിള്ളേരുടെ ഒരു ഉറക്കം എല്ലാത്തിനും വിളിച്ചെഴുന്നേപ്പിച്ച് എല്ലാവർക്കും ചായ കൊടുക്കും. അമ്മ
തലേ ദിവസം തന്നെ മുറിയൊക്കെ ഇങ്ങനെ ഞൊറിഞ്ഞുണ്ടാവും. മുറി എന്ന് പറഞ്ഞാൽ അറിയാവോ? മുറി നാളൊരു വീട് വെച്ചിരിക്കുന്ന ഒരു അമ്മാമ്മ മാത്രമുള്ള വീടാണ്. ഒരു മുറി വെഞ്ചരിച്ചാൽ അമ്മ വിളിച്ച അമ്മാമ്മയെ അടുത്ത മുറി എവിടെ? എൻ്റെ അച്ഛ ആകെ രണ്ടെണ്ണമുള്ളൂ, ഒരിടത്തേക്കാണ് മറ്റേതടക്കിയിട്ടേക്കാണ്. മുറി എന്ന് പറഞ്ഞിങ്ങനെ വാലൊക്കെ ഞൊറിഞ്ഞിട്ട് എൻ്റെ അമ്മ 103 വയസ്സിൽ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് മരിച്ചത്. അമ്മ 103 വയസ്സിലാണ്. ഞാൻ ഓർക്കാണ് അമ്മയ്ക്കൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഈ മുറിയൊക്കെ ഇങ്ങനെ ഞൊറിഞ്ഞ് ഉണ്ടായിട്ടുരുത്തി നോക്കിയേടി പെണ്ണെ ശരിക്കണോ കിടക്കണെന്ന് വാലൊക്കെ ശരിക്കും പിടിച്ചിട്ട് അപ്പോഴേക്കും അപ്പൻ റെഡിയായി, അമ്മ റെഡിയായി, മക്കളൊക്കെ റെഡിയായി, എല്ലാവരും റെഡിയാകുമ്പോൾ അപ്പം മക്കളെ പള്ളി പോകാം. അപ്പൻ മുൻപേ നടന്നു, അമ്മ പിന്നാലെ. ഒരു പ്രദക്ഷിണത്തുള്ള ആളുണ്ടാവും വീട്ടിൽ നിന്ന്. മക്കളെല്ലാവരും കൂടി വാ മക്കളെ വാ. അപ്പനും അമ്മയും മുൻപേ നടന്ന് മക്കൾക്ക് മാതൃക കൊടുക്കുന്ന ഒരു സംസ്കാരം. ഇന്നുള്ളത് പോട സംസ്കാരം. ഒന്നാമത് ലേറ്റായിട്ട് കിടന്നോർത്ത് കിടന്നൊരു പള്ളി പോയി പപ്പ പോയ അപ്പേരെ പള്ളി വിടാനോ ഉച്ചവരെ പോണം. മുന്നീന്ന് പോയ ഭാഗ്യം. പോട എന്ന് കൽപ്പിച്ചത് കൊണ്ടായാലും മുൻപേ നടന്ന് മാതൃക കൊടുക്കണം. വിശുദ്ധരൊക്കെ നമുക്ക് മുൻപേ നടന്ന് മാതൃക നൽകിയ വലിയ വ്യക്തികളാണ്. ഔസേപ്പ് പിതാവൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുൻപേ നടന്ന് നമുക്ക് വലിയ മാതൃക തന്ന വ്യക്തിത്വമാണ്. അതുകൊണ്ട് ഈ വിശുദ്ധന്റെ മാതൃക അനുകരിക്കാനുള്ള കടപ്പാട് നമുക്കുണ്ട്. എന്താണ് ഇന്ന് ഈ വിശുദ്ധനിൽ നിന്നും നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്, പഠിക്കേണ്ട നന്മകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്നാമത്തെ ഒരു കാര്യം, ഈ വിശുദ്ധൻ നമ്മോട് പറയുന്നത് നമ്മളൊക്കെ സാധാരണക്കാരായ ആണ്. ഇതുപോലെ ഔസേപ്പ് പിതാവ് ഒരു സാധാരണക്കാരനായിരുന്നു. ആ മനുഷ്യനെയാണ് ദൈവം വലിയ ദൗത്യത്തിനായിട്ട് തിരഞ്ഞെടുത്തത്. ഔസേപ്പ് പിതാവ് പ്രായമായിട്ടൊന്നല്ല. നമ്മുടെ ഒരു വിചാരം ഔസേപ്പ് പിതാവിന് ഒരുപാട് പ്രായമുണ്ടെന്ന്. നല്ല ചെറുപ്പക്കാരനായിരിക്കുമ്പോഴാണ് ഔസേപ്പ് പിതാവിനെ ദൗത്യത്തിന് തിരഞ്ഞെടുത്തത്. ഇന്ന് ഈ വിശുദ്ധൻ നമ്മോട് പറയുകയാണ്, നമ്മെ ഓരോരുത്തരെയും ദൈവം വിശുദ്ധിയിലേക്ക് വിളിക്കുന്നു. ദൈവത്തിന്റെ കാരുണ്യം അനുഭവിക്കാൻ നമ്മെ എല്ലാവരെയും ദൈവം ക്ഷണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രായമുള്ളവർ മാത്രമല്ല, ഈ ന്യൂ ജനറേഷനുണ്ട്. ന്യൂജൻ പൊതുവെ ഒരു ധാരണയുണ്ട്, ഓൾഡ് ഈസ് ഗോൾഡ്. അത് തെറ്റിദ്ധാരണയാണ്. ഓൾഡ് അത്ര ഗോൾഡ് ഒന്നല്ല. ഇവിടെ ഇരിക്കുന്ന ഓൾഡിനൊക്കെ നോക്കിയാൽ അറിയാം. ഞാനൊക്കെ അതിനകത്ത് പെട്ടണ്ട. ഓൾഡ് അത്ര ഗോൾഡ് ഒന്നല്ല. ഓൾഡിന്റെ പ്രത്യേകത അന്നത്തെ മെയിൻ പരിപാടി പുറപ്പെട്ടു നാട് വിട്ടു. അങ്ങനെ തന്നെ ബോംബെയിലും മദ്രാസിലും കൽക്കട്ടയിലും പിന്നെ പട്ടാളത്തിലും ചിലപ്പോൾ ഗൾഫിലും പോയി രക്ഷപ്പെട്ട കേസുണ്ട്. അതൊരു മെയിൻ പരിപാടി, പുറപ്പെട്ടു. പിന്നെ ഓൾഡ് ജനറേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? അന്നുണ്ടായിരുന്ന ഇസ്കലൊക്കെ, ഇസ്ക എന്ന് പറഞ്ഞാൽ അടിച്ചു മാറ്റില്ലേ? അന്ന് ഇസ്ക എന്ന് പറഞ്ഞാൽ 5 കാശ് വേണ്ടി ഇവരായി സ്കൂട്ട് പഠിക്കാൻ. ഇന്ന് റേഞ്ച് മാറിയുള്ളൂ. ATM കാർഡ് അടിച്ചു മാറ്റും, അല്ലെങ്കിൽ പാസ്വേഡ് അടിച്ചു മാറ്റും, അത്രേ ഉള്ളൂ. റേഞ്ച് മാറിയിട്ടുള്ളൂ. പിന്നെ അന്നും ഉണ്ടായിരുന്ന ഫാഷൻ, അന്നത്തെ ഫാഷൻ എന്തായിരുന്നു അറിയാമോ? സ്റ്റെപ്പ് കട്ടിങ്. ഞാൻ പറഞ്ഞത് സ്റ്റെപ്പ് കട്ടിങ് എന്ന് പറഞ്ഞാൽ ചെവിയുടെ ഉള്ളിട്ട് മുടിയൊക്കെ കളഞ്ഞിട്ട് ചെവിയിലേക്ക് ചുരുട്ടിയിട്ടിട്ട് പിന്നെ ബീതുളിക്കൃതാവ് എനിക്കുണ്ടായിരുന്നു. ബീതുളിക്കൃതാവ് മുറ്റൊടിക്കാൻ പാൻസ് ഞാനുണ്ടല്ലോ. പാൻസ് പെണ്ണുങ്ങളുടെ ബ്ലൗസിൽ കൈ ഇത്തിരിണ്ടാവും, തലയൊക്കെ ഇങ്ങനെ പുട്ടപ്പൊക്കെ ചെയ്ത്. അപ്പൊ അന്നത്തെ ഫാഷൻ. ഇന്ന് പുതിയ ഫാഷനാണല്ലോ. ഇന്ന് സ്പൈക്ക്, വൺ സൈഡ്, ബോക്സർ, മഷ്റൂം, ബോയ് കട്ട്, ഇങ്ങനെയൊക്കെ പലതില്ല. എങ്ങനെയൊക്കെയല്ലേ കട്ടിങ്, പല കട്ടിങ്. അന്ന് ഫാഷൻ വളരെ പതുക്കെ വരുള്ളൂ. ഇന്ന് ഭയങ്കര ഫാസ്റ്റ് ആണെന്നുള്ളൂ. ഇന്ന് ലോകത്തിൽ എവിടെയെങ്കിലും ഒരു ഫാഷൻ വന്നത് അപ്പം തന്നെ ഇവിടെ എത്തി. മറ്റേ കുറേ കൊല്ലം കഴിഞ്ഞ് വരുള്ളൂ. അത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഇനി അന്നുണ്ടായിരുന്ന ലവൊക്കെ, അന്നത്തെ ലവ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലിരുന്ന് വെള്ളത്തിലേ പിന്നെ കാണലില്ല, കോണ്ടാക്റ്റിൽ ഒന്നുമില്ല. ഇന്ന് പിള്ളേര് കണ്ടിന്യൂ ചെയ്യും. ഇൻസ്റ്റേ, വാട്സാപ്പും മൊബൈലെ കൊണ്ടുകൂടെ കണ്ടിന്യൂ ചെയ്യുന്നുള്ളതാണ് ഒരു വ്യത്യാസമുള്ളൂ. അന്നുണ്ട്, പക്ഷെ മാറിക്കൊണ്ടിരിക്കുന്നതുള്ളൂ. ഇനി ഓൾഡ് ന്യൂ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? ഓൾഡ് ഭയങ്കര സ്ലോ ആണ്, ന്യൂ ജനറേഷൻ ഭയങ്കര ഫാസ്റ്റ് ആണ്. അല്ലെ? ഭയങ്കര ഫാസ്റ്റ് ആണ്. വണ്ടിക്ക് സ്പീഡില്ല, മൊബൈലിന് സ്പീഡില്ല, പിന്നെ കമ്പ്യൂട്ടർ സ്പീഡില്ല, പാട്ടിന് സ്പീഡിലല്ലേ? സ്വാമി സ്പീഡ് പാട്ടിന് പിള്ളേർക്ക് പിടിക്കുള്ളൂ. പഴയ തലമുറയിലെ നസീറൊക്കെ മിക്കവാറും ഒരു മരഞ്ഞിട്ട് വരുമ്പോഴേക്കും ഒരു ദിവസം കൊടുക്കും, കറങ്ങിയിട്ട് വരുമ്പോഴേക്കും. ഓൾഡ് ഭയങ്കര സ്ലോ ആണ്, ന്യൂ ഭയങ്കര ഫാസ്റ്റ് ആണ്. അതാണ് ഒരു വ്യത്യാസം. ഇനി ഓൾഡിന് വലിയ വലിയ കാര്യങ്ങൾ അറിയില്ല, ഈ ന്യൂ ജനറേഷൻ വലിയ വലിയ കാര്യങ്ങൾ അറിയാം. ഇപ്പൊ പിള്ളേരോട് ചോദിക്കണം, മെസ്സി ഏത് ക്ലബിലാണ് കളിക്കണേ? എത്ര ആളുടെ പ്രതിഫലത്തിന് എത്ര മില്യൺ നിങ്ങൾക്ക് അറിയാം.
എന്ത് കാര്യം ചോദിച്ചാലും അവർക്കറിയാം. ഒരു മൊബൈലൊക്കെ ഉള്ള പിള്ളേരോ ഒരു വണ്ടി പോകുമ്പോൾ ഇന്ന മോഡൽ വണ്ടി എടുത്ത ലക്ഷം രൂപയാണ് അവരതൊക്കെ പറയുന്നത്. പിള്ളേരൊക്കെ വലിയ വലിയ കാര്യങ്ങൾ അറിയാം, പക്ഷെ അറിയേണ്ട കാര്യങ്ങളൊന്നും അറിയില്ല. മോനെ അപ്പച്ചന്റെ പേരെന്തുണ്ട ഒരു കൂടുതലും അറിയേണ്ട കാര്യങ്ങൾ അറിയില്ല, വലിയ വലിയ കാര്യങ്ങൾ അവർക്കറിയാം. അത് ന്യൂ ജനറേഷന്റെ പ്രത്യേകതയാണ്. ഇനി മറ്റൊരു പ്രത്യേകത, ബന്ധങ്ങളിൽ അതിർത്തിയില്ല ന്യൂ ജനറേഷന്. എല്ലാവരും അവർക്ക് അങ്കിളാണ്, എല്ലാവരും അങ്കിളാണ്. മമ്മി ദേവ് ഓട്ടോങ്കിൽ വന്നേക്കണ്, ഗ്യാസങ്കിൾ പോസ്റ്റ്മാനങ്ങൾ വന്നിട്ടുണ്ടാ, മമ്മി ഡിവിഷൻകാരങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാവരും അങ്കിളാണ്. എന്ത് സംഭവിക്കും? ശരിക്കുള്ള അങ്കിളുള്ള സ്ഥാനം ആർക്ക് കൊടുക്കും? എല്ലാവർക്കും കുടുംബത്തോട് ആരും പിടിക്കാനും എവിടം വരെ പോകണമെന്നറിയില്ല, അതിർത്തിയില്ല എന്നുള്ളത് ന്യൂ ജനറേഷന്റെ പ്രത്യേകതയാണ്. പക്ഷേ ഈ ന്യൂ ജനറേഷന്റെ ഒരുപാട് നന്മയുണ്ട്. ഈ കൊച്ചു കൊച്ചു പോരായ്മകളുണ്ടെങ്കിലും നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ന്യൂ ജനറേഷനിലൊക്കെ ഒരുപാട് നന്മയുണ്ട്. അതുകൊണ്ടല്ലേ ഇത്രയും പിള്ളേരുടെ കുർബാനയ്ക്കൂടാനുള്ളത്. പാട്ട് പാടാൻ CNCയില് KCYMലൊക്കെ ആക്റ്റീവായിട്ടുള്ളത് അതുകൊണ്ടല്ലേ. വേറെ പഠിക്കാനൊക്കെ വരുന്നത്, മുടങ്ങാണ്ട് പള്ളിയിൽ വരുന്നതിനൊക്കെ കാര്യം ഈ കുഞ്ഞുങ്ങളിൽ ഈ ന്യൂ ജനറേഷനിൽ ഒരുപാട് നന്മയുണ്ട്. ഒരു രോഗം വരുമ്പോ അമ്മയോട് ഞാൻ ചോറുണ്ടാക്കാം, ചായ ഉണ്ടാക്കാൻ അറിയുമ്പോൾ പറയില്ല, അല്ലെങ്കിൽ കുഴപ്പമില്ല, കുഴപ്പം ഈ പ്രാവശ്യം വേണ്ട, ബർത്ത്ഡേക്ക് ഷർട്ട് വേണ്ട, ഡ്രസ്സ് വേണ്ട, പിന്നെ കാശില്ലാത്തല്ലേ. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഒരുപാട് നന്മയുണ്ട്. ഈ ന്യൂ ജനറേഷനിൽ ഒരുപാട് നന്മയുണ്ട്. ഈ വിശുദ്ധനിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിന്റെ കാരുണ്യം ഈ ന്യൂ ജനറേഷൻ തേടി വരുന്നു എന്നുള്ളതാണ്. ഈ ന്യൂ ജനറേഷനെ തേടി വരുന്നു എന്നത്. ഇനി ഓൾഡ് ജനറേഷനിൽ നന്മയുണ്ടാ, നിങ്ങളെ തേടി വരും. ആണുങ്ങളിൽ നന്മയുണ്ട, ആണുങ്ങളിൽ നന്മയുണ്ട, ഒരെണ്ണം മണ്ണില്ല. കണ്ട ഞാൻ ഈ സെമിനാരിക്കാരോട് ചോദിക്കാൻ, മോനെ അച്ഛനാവാൻ വന്നടി, അച്ഛനാവാൻ നന്മ കാര്യം കൊണ്ട് വിളിക്കും അമ്മ. അമ്മയ്ക്ക് എന്തൊക്കെ വലിയ പ്രത്യേകത അല്ല സാർ, എൻ്റെ അമ്മേനോട് പറയാല പേര് തങ്കമ്മ എന്നിട്ടുണ്ട്. അത്രയും തങ്കപ്പെട്ട സ്വഭാവമാണ് അമ്മയുടെ. എന്താണ് അമ്മയുടെ പ്രത്യേകത? അമ്മ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പ്രാർത്ഥിക്കുന്ന അമ്മേനെ ഞാൻ കണ്ടിട്ടില്ല. അച്ഛോ, എപ്പോഴും കൊന്തയും കരടുക്കൊന്തയും ഇങ്ങനെ കുറെ പ്രാർത്ഥിക്കും, പിന്നെ കുറെ പണിയെടുക്കൂട്ട, കുറെ സഹിക്കുന്നുണ്ട്. നല്ല അമ്മയാണ്, പാവ അമ്മയാണ്. മോനെ അപ്പനൊരു കാര്യം എന്നാലും എന്തെങ്കിലും ഒരു എന്ത് നന്മ വെച്ചാൽ നേരം എടുത്താൽ ഒരു പൊക്കം പോക്കണം, എന്നാലും എന്തെങ്കിലും പേര് നന്മയില്ല. അതുകൊണ്ട് അമ്മ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര പിടുത്തോളും. കൊടുത്തോ പെങ്ങന്മാർക്കൊക്കെ കൊടുത്തോ. ആണുങ്ങൾ പറയും സാരമില്ലടി, തമ്പുരാൻ തരൂടി. ഔദാര്യത്തോട് കൊടുക്കുന്ന പലപ്പോഴും ആണുങ്ങളല്ലേ, ചിലപ്പോൾ ബാറിൽ കൊണ്ട് കൊടുക്കും, എന്നാലും ഔദാര്യത്തോട് കൊടുക്കുന്നവരല്ലേ. ഇനി കൂടുതൽ നേരം പ്രാർത്ഥിക്കുന്ന ആരാ? സ്ത്രീകളാണോ പുരുഷന്മാരാണോ? സ്ത്രീകളാണ്. പക്ഷേ മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കണം. ഒരുപാട് നേരമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോ യാത്രയ്ക്കോ മന്ദോത്സവത്തിനടുത്ത് അവസ്ഥ പിതാവിനടുത്ത് മാതാവിനടുത്ത് യൂദാപദേശത്തിനടുത്ത് കയറി 1 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവരും മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കണവരാണ്. നീ ഭാര്യ സങ്കടമൊക്കെ ആരോടെ പറയാ? നടന്നോ വീടുണ്ടാക്കണമെന്നോ പിള്ളേരെ പഠിപ്പിക്കണം, നിങ്ങൾക്കൊരു വിചാരം നടന്നോ? ഇങ്ങനെ അങ്ങോട്ട് ഈ സങ്കടമൊക്കെ കെട്ടിയവനോട് പറയും, കെട്ടിയവനോട് പറയുക. ജീവിതത്തിന്റെ ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിലേക്ക് നടക്കുന്നവരല്ലേ ആണുങ്ങള്. ഇവരിൽ ഒരുപാട് നന്മയുണ്ട്. നിങ്ങൾ നിങ്ങളെ കെട്ടിയവനെ കുറിച്ച് ചിന്തിക്കണ്ട, നിങ്ങളുടെ സ്വന്തം അപ്പനെ കുറിച്ച് ചിന്തിച്ചു നോക്കിയേ. എന്തൊരു നല്ല അപ്പനാണ്, എന്തൊരു കരുതലാണ് നമ്മളോടുള്ളത്. കാര്യത്തിൽ ദേഷ്യപ്പെടുകയും എന്തൊരു സ്നേഹവും താല്പര്യവും നമ്മുടെ അപ്പന് നമ്മളോടുണ്ട്. നമുക്കൊരു വിഷമമൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ കരുതലോടെ നോക്കി കാണുന്നതും സഹായിക്കുന്നതൊക്കെ അപ്പനല്ലേ. അമ്മ കുറെ വെള്ളം നോക്കുന്നുള്ളൂ, പക്ഷെ അപ്പനിൽ ഒരുപാട് നന്മയുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഈ അപ്പന്മാരിൽ ഇവരിലൊക്കെ ഒരുപാട് നന്മയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരുപാട് നന്മയുണ്ട്. ആണുങ്ങളിൽ നന്മയുടെ ദൈവം ഇന്ന് നിങ്ങളോട് കരുണ കാണിക്കുന്നു. ഇനി സ്ത്രീകളിൽ നന്മയുണ്ട്. നിനക്ക് ഇതിന് പഠിപ്പുണ്ട, തൊഴിൽ പിന്നീട് നിനക്ക് ലോകപരിചോടി ബോധമില്ലാത്ത കഴിവാണ്. ആ ബോധക്കുറവ് ഒരു നന്മയല്ലേ? ആ ബോധമില്ലാത്തതുകൊണ്ടല്ലേ നമ്മുടെ കൂടെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ പോകേണ്ടതാണ്. അതും ഒരു നന്മയല്ലേ? എന്തുമാത്രം നന്മയുള്ളവരാണ് ഇവരൊക്കെ. ഈ വിശുദ്ധനെ നാം ഓർമ്മപ്പെടുത്തുകയാണ്.
നമ്മിൽ എല്ലാവരിലും നന്മയുണ്ട്. കുഞ്ഞുങ്ങളിലും ന്യൂ ജനറേഷനിലും ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഒക്കെ നന്മയുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. അതുകൊണ്ട് ഈ തിരുനാള് നമുക്കൊരു പ്രതീക്ഷയുടെ തിരുനാളാണ്. നിങ്ങൾ ഒരിക്കലും നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമില്ല. എല്ലാവരിലും നന്മയുണ്ടെന്ന് തിരിച്ചറിയേണ്ട തിരുനാളാണിത്. ഒപ്പം മറ്റുള്ളവരുടെ നന്മ കാണാൻ കൂടി നമുക്ക് സാധിക്കുന്ന ഒരു തിരുനാളാവട്ടെ. എന്റെ കെട്ടിയോനിൽ ഒരുപാട് നന്മയുണ്ട്, അപ്പനിൽ ഒരുപാട് നന്മയുണ്ട്, അമ്മയിലുണ്ട്, എന്റെ മക്കളിലുണ്ട് എന്നൊക്കെ ഒന്ന് ചിന്തിക്കാൻ കണ്ടെത്താൻ സാധിക്കുന്ന തിരുനാളാണ് വിശുദ്ധ ഔസേപ്പ് പിതാവിനെ നമ്മൾ സ്നേഹത്തോടെ ഓർക്കുമ്പോൾ ഈ ഒരു ചിന്ത മനസ്സിലുണ്ടാവട്ടെ. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തത് ഔസേപ്പ് പിതാവിന്റെ രീതിയാണ്. എങ്ങനെയാണ് ഔസേപ്പ് പിതാവ് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്ന് പഠിക്കുന്നത് നല്ലതാണ്. പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഔസേപ്പ് പിതാവിന്റെ ആ രീതി എന്താണെന്ന് പഠിക്കുന്നത് നല്ലതാണ്. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷം നമ്മോട് പറയുന്നതാണ്. ഔസേപ്പിനോട് ഔസേപ്പ് അറിയാണ്, കല്യാണം കഴിഞ്ഞതിന് മുൻപ് തന്നെ ഭാര്യ ഗർഭിണിയാണ്. അവൾക്ക് വിശേഷമായെന്നറിയുന്നു. നോർമലായിട്ട് ഔസേപ്പിനെ ചെയ്യാവുന്ന എന്താണെന്ന് അറിയാമോ? നേരെ പള്ളി ചെല്ലും. പള്ളി എന്ന് വെച്ചാൽ സിനഗോഗിൽ. എന്റെ പെണ്ണ് പെശകൻ. ഇത് കേൾക്കേണ്ട താമസം എല്ലാ പള്ളിയിലുള്ള അവരെ കല്ലുമായിട്ട് കാത്തിരിക്കുന്നവരും. ഈ സിനഗോഗിലുള്ള പരിസേരും വരും കല്ലെറിയാൻ. അവളെ കല്ലെറിഞ്ഞ് കൊല്ലും. അപ്പോൾ ആരാ മിടുക്കൻ? ജോസഫ്. ആരും ജോസഫിനെ കുറ്റം പറയില്ല. എല്ലാ കുറ്റവും മറിയത്തിന്റെ തലയിലാണ്. അവളാണ് വഴിതെറ്റിപ്പോയി. അതാണ് ജോസഫിന് ന്യായമായും ചെയ്യാൻ പറ്റുമായിരുന്ന കാര്യം. പക്ഷെ എന്നാൽ ജോസഫ് എന്താ തീരുമാനിച്ച്? അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഔസേപ്പ് പിതാവ് പതുക്കെ നാട് പുറപ്പെട്ടു പോകും. അപ്പൊ ആളുകൾ പറയും, എന്താ പറയാ, കണ്ടില്ലേ ആ പെണ്ണിനെ ഗർഭിണിയാക്കിയിട്ട് അവൻ നാടും. കുറ്റം മുഴുവൻ ആൾക്കാ ഔസേപ്പ്. അതാണ് ഔസേപ്പ്. ഞാൻ ചെറുതാകേണ്ടി വന്നാലും, ഞാൻ നാണം കെടേണ്ടി വന്നാലും എന്റെ ഭാര്യയുടെ കണ്ണുനീർ ഈ ഭൂമിയിൽ വീഴാൻ ഇടവരരുത് എന്നാഗ്രഹിക്കുന്ന വലിയ മനസ്സിന്റെ ഉടമയാണ് ഔസേപ്പ്. ഞാൻ ചെറുതാകേണ്ടി വരും, നാണം കെടേണ്ടി വരും, എന്റെ ഭർത്താവ് ദുഃഖിക്കാൻ ഇടവരരുത്, എന്റെ മക്കൾ സങ്കടപ്പെടാൻ ഇടവരരുത്, എന്റെ മാതാപിതാക്കൾ ആകുലപ്പെടാൻ ഇടവരരുത് എന്ന് ചിന്തിക്കുന്ന മനസ്സ്. ഈ മനസ്സാണ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകേണ്ടത്. ഔസേപ്പിന് പഠിക്കേണ്ട ഒരു മനസ്സ്. അതിനുവേണ്ടി ചിലപ്പോൾ നമ്മൾ നാണം കെടേണ്ടി വരും, നമ്മുടേതായ ചില രീതികൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും, ചില കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും, ചില ബന്ധങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഞാൻ ചെറുതാകേണ്ടി വന്നാലും എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ മക്കൾ ദുഃഖിക്കാൻ ഇടവരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് ഔസേപ്പിൽ നിന്നും പഠിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഇതാണ്. ഈ മനസ്സിനെ സനമാകുക എന്ന് പറയുന്ന നോവലിസ്റ്റ് വളരെ മനോഹരമായി ചിത്രീകരിക്കുന്നുണ്ട്. ദി ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ നോവലിൽ ഔസേപ്പ് പിതാവ് ഒരു വീട്ടിൽ മരപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നേരത്താണ് ആരാണ്ട് പറഞ്ഞേണ്ടതേ കേട്ടില്ലേ, 2 വയസ്സിൽ താഴെയുള്ള പിള്ളേരെ കൊല്ല ഹെറോദസ് കൽപ്പനയോട്. ഇത് കേട്ടോളൂ, യോ എന്റെ മോന് 2 വയസ്സായിട്ടില്ല. ഔസേപ്പ് ഒന്നും ആലോചിച്ചില്ല. നേരെ ഓടി വീട്ടിലേക്ക് ചെന്ന് മേരിയെ വിളിച്ചു, മേരി ഇടി വേഗം റെഡിയാവും. ഇടി വേഗം റെഡി. എന്താ നീ കാര്യം പറ, നമുക്ക് കൊച്ചിനെ കൊണ്ട് പോകണം. എന്താ കാര്യം? ഇപ്പോഴത്തെ ഇൻഫർമേഷൻ കിട്ടും, പോയി ഇപ്പോഴും മെസ്സേജ് വന്നേ, അപ്പൊ നമുക്ക് പോകാം. മേരിയെയും കുഞ്ഞിനെയും കൂട്ടി വണ്ടി നോക്കിയിട്ടൊന്നും കിട്ടില്ല. ഒരു കഴുതേനെ കിട്ടി. ആ കഴുതയുടെ പുറത്ത് കൊച്ചിനെ അമ്മേനെ ഇരുത്തി ഓടിക്കാണ്. കഴുതേനെ ഓടിക്കാൻ ഔസേപ്പ് അതിനേക്കാൾ സ്പീഡിൽ ഓടുകയാണ്. ഓടി ഒരു വഴിയിൽ നിന്നില്ല, ചായ കുടിക്കാനും തട്ടുകടയിൽ ഒരു സ്ഥലത്തും ഔസേപ്പ് നിന്നില്ല. നേരെ പോവുകയാണ്. വൈകുന്നേരം ആയപ്പോഴേക്കും ഹെറോദസിന്റെ അധികാരപരിധിക്ക് അപ്പുറത്തുള്ള സ്ഥലത്ത് ഔസേപ്പ് എത്തി. നല്ലൊരു സത്രത്തിൽ മുറിയൊക്കെ എടുത്ത് അന്ന് രാത്രി ഔസേപ്പ് ശാന്തമായി ഉറങ്ങേണ്ട രാത്രിയാണ്. എൻ്റെ മോനെ രക്ഷിച്ചല്ലോ എന്നുള്ള സംതൃപ്തിയോടെ ഉറങ്ങേണ്ട രാത്രി. ഔസേപ്പിനെ എങ്ങനെ നോക്കിയിട്ട് പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല. തിരിഞ്ഞു മറിഞ്ഞു കിടക്കാൻ ഔസേപ്പ്. ഉറക്കം പറ്റില്ല, കൊതുകടിച്ചിട്ടൊന്നുമല്ല. ഔസേപ്പിന് ഉറക്കം വരാത്തതിന് കാരണം എന്താണെന്ന് അറിയാമോ? നോവലിസ്റ്റ് പറയുകയാണ്, ഔസേപ്പിന്റെ സങ്കടം ഇതാണ്. അയ്യോ, ഞാൻ ഇങ്ങനെ ഒരു വാർത്ത കേട്ടത് എല്ലാവരും പറഞ്ഞിട്ടല്ലേ. ആ വാർത്ത കേട്ട് എൻ്റെ മോനെ രക്ഷിച്ചു. മോന്റെ വഴിക്ക് ഏതെങ്കിലും ഒരു കടയിലോ ആ ജംഗ്ഷനിലോ ഒക്കെ ഒന്ന് നിർത്തിയില്ലേ, ഇങ്ങനൊരു കാര്യം പെട്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഏതെങ്കിലും 1 or 2 കുഞ്ഞെങ്കിലും രക്ഷപ്പെടുമായിരുന്നില്ലേ. ഞാനത് ചെയ്തില്ലല്ലോ. ചെയ്യാതെ പോയ നന്മയെ ഓർത്ത് സങ്കടപ്പെടുന്ന ഔസേപ്പിന്റെ മനോഹരമായ ചിത്രം. പ്രിയപ്പെട്ടവർ, ഇതാണ് ഔസേപ്പിന്റെ മനസ്സെന്ന് പറയുന്നത്. ഈ മനസ്സാണ് നമുക്ക് വേണ്ടത്. ഈ നല്ല മനസ്സാണ് നമുക്ക് വേണ്ടത്.
നന്മ ചെയ്യാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ, മറ്റുള്ളവർക്ക് കൂടി എൻ്റെ സഹായം കൊടുക്കണമെന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു മനസ്സ് ഔസേപ്പിൽ നിന്ന് പഠിക്കേണ്ട പാഠം. ഇനിയും അടുത്ത പാഠം ഇതാണ്. യൗസേപ്പ് എങ്ങനെയാണ് തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനാകുന്നത് എന്നുള്ളതാണ്. അതിന്റെ കാര്യം ഇതാണ്. യൗസേപ്പിനോട് മാലാഖ പറയുന്നുണ്ട്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. യൗസേപ്പ് മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചു, കുഞ്ഞിനെ സ്വീകരിച്ചു. മറ്റുള്ളവരെ അംഗീകരിക്കലാണ് ഇതിന് വേണ്ടത്. ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പറയും, മറ്റുള്ളവരെ ഒന്ന് സ്വീകരിക്കാൻ മനസ്സുണ്ടാകണം. നമ്മൾ പലപ്പോഴും ജീവിത പങ്കാളി ഇത്രയും നാളായിട്ട് സ്വീകരിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനൊരു പെണ്ണിനെ ഞാൻ പറയും, ഈ സാധനത്തിന് തലയിൽ കെട്ടിയവച്ചാണ് ഇയാൾ ഈ സ്വഭാവക്കാരെ നശിപ്പിക്കാൻ വേണ്ടി എങ്ങനെയാണ് പറ്റിച്ചത്? ദൈവം തന്നതാണ്, നിങ്ങളെ സ്വീകരിക്കാൻ പറ്റണം. ജീവിത പങ്കാളിയെ സ്വീകരിക്കാൻ പഠിക്കുക. യൗസേപ്പ് നമുക്ക് തരുന്ന വലിയ പാഠമതാണ്. അതിന് വേണ്ടത് ഞാൻ പറഞ്ഞു, നന്മ കാണണം. എന്റെ പോലെ എന്റെ ഭാര്യയാകണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കില്ല. എന്റെ പോലെ എന്റെ ഭർത്താവാകണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കില്ല. ഇതൊക്കെ നമ്മള് യൂണിഫോമിറ്റിക്കാണ്. യൂണിഫോം വേണം, എല്ലാവരും ഒരുപോലെ ആവും, എല്ലാവരും ഒരുപോലെ ആവും. ദൈവം പോലും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് യൂണിഫോം. ദൈവം ആഗ്രഹിക്കുന്ന യൂണിറ്റിയാണ്, യൂണിഫോം അല്ല. ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, വിതക്കാരൻ വിതയ്ക്കാൻ പോയി വിത്ത് എവിടെയൊക്കെ വീണേ? വിത്ത് എവിടെയൊക്കെ വീണേ? വഴിയിരിക്കും പോട്ടെ. പിന്നെ എവിടെ വീണു? പാറപ്പുറത്ത് വീണു പോട്ടെ. മുൾച്ചെടികൾക്കിടയിൽ വീണു, അതും പോട്ടെ. പിന്നെ എവിടെ വീണു? നല്ല നിലത്ത് വീണു. നല്ല നിലത്ത് വീണ വിത്ത് എത്ര പേര് ഫലം തന്നു? 100 മാത്രമല്ല, 30, 60, 100. വിത്ത് നല്ലത്, നിലം നല്ലത്, വിതക്കാരൻ നല്ലത്. പക്ഷെ ഫലം വന്നപ്പോൾ വ്യത്യാസമുണ്ട്. ഇതുപോലെ ഒരു അപ്പൻ്റെ അമ്മയുടെയും മക്കൾ ഒരേ സ്കൂളിൽ പഠിക്കണം, ഒരേ ട്യൂഷൻ ടീച്ചർ, ഒരേ ഭക്ഷണം, പക്ഷെ മാർക്കൊരു വ്യത്യാസം. ഇതുപോലെ ഓരോരുത്തരും വ്യത്യസ്തരാണ്. വീട്ടിൽ വഴക്കൂടുമ്പോൾ പറയാറില്ലേ, ഇടി നിന്റെ ചേച്ചി നിന്റെ അടിയത്തി എന്തൊരു നല്ല സ്വഭാവം, നീ മാത്രം ഇങ്ങനെയായി അതാ പോവുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലാർക്ക് ഇതോട്ടൊരു സ്വഭാവം, അതങ്ങനെയാണ്. ഓരോരുത്തരും വ്യത്യസ്തരാണ്. വ്യത്യസ്തതകളെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് യൗസേപ്പ് പിതാവ് അത് അംഗീകരിച്ചു. യൂണിഫോം അല്ല പ്രധാനപ്പെട്ടത്. യൂണിഫോം ഇട്ട ഭയങ്കര ഐക്യമുള്ളതെന്ന് എല്ലാവരും വിചാരം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മാതൃസംഘത്തിലെ അംഗങ്ങളോ അല്ലെങ്കിൽ കുടുംബശ്രീയിലെ നമ്മുടെ സഹോദരിമാരോ എല്ലാവരും യൂണിഫോം സാരി എടുത്ത് വന്നാൽ ഇവിടുത്തെ കാര്യം എന്നിട്ട് ഞാൻ പറയുന്നത് വെറുതെ ഇങ്ങനെ പറഞ്ഞാണ്. അങ്ങനെ ഇട്ട് വന്നാൽ ഇപ്പം നിങ്ങൾ യൂണിഫോം സാരി എടുത്തവരെ കുറിച്ചല്ലല്ലോ ഞാൻ പറയുന്നത്, ക്ഷമിക്കണം. അങ്ങനെ യൂണിഫോം സാരി എടുത്ത് വന്നാൽ നമ്മുടെ വിചാരം അവരൊരു ഭയങ്കര ഐക്യം. നമുക്കറിയാം ഓരോ കുശുമ്പുന്നായ്മകളുടെ യൂണിഫോം അല്ല നമുക്ക് വേണ്ടത്, യൂണിറ്റിയാണ്, ഐക്യമാണ് വേണ്ടത്. അതിന് വ്യതിരക്തതകളെ അംഗീകരിക്കണം, മറ്റുള്ളവരെ അംഗീകരിക്കണം. എല്ലാവരും ഒരുപോലെ ആകണമെന്ന് ആഗ്രഹിച്ചാൽ അത് നടക്കാത്ത കാര്യമാണ്. എല്ലാവരും കുർബാനയ്ക്ക് ഒരുപോലെ കൈകൂട്ടി പിടിച്ച് നിൽക്കണമെന്ന് പറഞ്ഞാൽ കൈകൂട്ടി കൊണ്ടുപോയി ഭവനിരിക്കും, അസുഖവനിരുന്ന് വരും. വ്യത്യസ്തതകളെ അംഗീകരിക്കുന്നതാണ്. അതാണ് യൗസേപ്പ് പിതാവ് നമുക്ക് തരുന്ന പാഠം. മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചു. എന്റെ പോലെ എന്റെ ഭാര്യ ആകുന്നില്ല എങ്കിലും ആ ഭാര്യ അംഗീകരിക്കാൻ യൗസേപ്പിന് സാധിച്ചു. ഈ ഒരു മനസ്സ് നമുക്കുണ്ടാകണം പ്രിയപ്പെട്ടവര്. വ്യതിരക്തതകൾ അംഗീകരിക്കണം. എന്റെ പോലെ ആകില്ല എന്റെ ഭർത്താവ്, എന്റെ പോലെ ആകില്ല എന്റെ ഭാര്യ, എന്റെ മക്കൾ, ഓരോരുത്തരും വ്യത്യസ്തരാണ്. ആ വ്യത്യസ്തതകളെ അംഗീകരിക്കാൻ പഠിക്കണം. ഞാൻ ചെറിയൊരു ഓർമ്മ, 1988 ജനുവരി മാസം 19-ാം തീയതി ഞാൻ അന്ന് റോമിൽ പഠിക്കാൻ പോയിട്ട് അധികം നാളായിട്ടില്ല. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു ഫോൺ വന്നതൊരു ലാൻഡ് ഫോൺ ഉള്ളൂട്ട്. അവിടെ താമസിക്കുന്ന സ്ഥലത്തിൽ കോളേജ് എന്ന് പറയും, പഠിക്കുന്ന സ്ഥലമാണ് യൂണിവേഴ്സിറ്റി. അപ്പോൾ കോളേജിലേക്ക് ഒരു ഫോൺ വന്നു. ഫോൺ വിളിച്ചത് വേറെ ആരുമല്ല, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആർച്ച് ബിഷപ്പ് സ്റ്റനിസ്ലാവസാണ്. വിളിച്ചിട്ട് പറഞ്ഞു, ഇരിഞ്ഞാലക്കുട ഒരു അച്ഛന്മാരെ കിട്ടണമെന്ന് പറഞ്ഞു. ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞ്, നിങ്ങൾ മാർപ്പാപ്പയുടെ കുർബാനയിലെ ആഗ്രഹം പ്രകടിപ്പിച്ച് അപേക്ഷ വെച്ചിരുന്നല്ലോ, നാളെ മാർപ്പാപ്പ ഇംഗ്ലീഷിലാണ് കുർബാനയുടെ വന്നോളാം. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. റോമീസിൻ്റെ അധികം നാളായിട്ട് മാർപ്പാപ്പയുടെ കൊച്ചു കപ്പേളി കുർബാനയിലേക്ക് ഒരു ചാൻസിൽ ഞങ്ങൾ അകത്തട്ട് പോളി കണ്ടൊരാളും ഇതാവുന്ന അച്ഛന്മാരൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും രാത്രി തന്നെ ഒരുക്കം ഉടുപ്പുകളൊക്കെ ഞങ്ങൾക്ക് നമ്മുടെ കുർബാന കുപ്പായൊക്കെ റെഡിയാക്കി വെച്ചു.
സമ്മാനം കൊടുക്കാന്ന് ഒരു സാധനം കാണാൻ മാർപ്പാപ്പ കൊടുക്കുന്നത്. അങ്ങനെ തപ്പി പിടിച്ച് കൊണ്ട് എൻ്റെ മുറിയിൽ കാല് നോക്കിക്കുന്ന ഒരു കുതിര ഉണ്ടായിരുന്നു. വലിയ കുതിരയുണ്ട്, കുഞ്ഞു കുതിര. അതിനെ ഒരു താനത്തിരക്കാക്കി റെഡിയാക്കി പിറ്റേ ദിവസം രാവിലെ ഇവിടെ ചെല്ലണം. 7 മണിക്ക് ചെന്നാൽ മതി. ഞങ്ങൾ 6 മണിയാകുമ്പോഴേക്കും 10-12 മിനിറ്റ് നടന്നാൽ മതി. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വർത്തിക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ചെന്നു. 8 അച്ഛന്മാരും 12 ആളുകളും പിന്നെ മാർപ്പാപ്പ 21 പേരുണ്ട്. ഞങ്ങൾ എല്ലാവരും എന്ന് മാർപ്പാപ്പ ഭയങ്കര ചെറുപ്പമാണ്. കേരളത്തിൽ വന്നു പോയിട്ട് അധികം നാളായിട്ടില്ല. ഞങ്ങൾ കുർബാന കഴിയുമ്പോൾ മാർപ്പാപ്പ ഞങ്ങളോട് ചോദിച്ചു, ഫ്രം കേരള ഫാദർ 0 കാരണം അത് എന്നൊക്കെ പറഞ്ഞു. എൻ്റെ അടുത്ത് വന്നപ്പോൾ ജോസിനെ ചെറിച്ച് മരിച്ചു. അച്ഛൻ പറഞ്ഞു, എൻ്റെ പെരുന്നാളാണ് ജനുവരി 20 എൻ്റെ പെരുന്നാളാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ. അപ്പം മാർപ്പാപ്പ എനിക്ക് മാത്രം ഒരു ബ്ലെസ്സിംഗ് വന്നു. എൻ്റെ നെറ്റിയിൽ കുരിശ് വെച്ച് എന്നെ അനുഗ്രഹിച്ചു. ഞാനിങ്ങനെ നിൽക്കാണ്, ബാക്കിയുള്ളവർക്ക് വെത്തറാനൊക്കെ ആയിട്ടാണ് വന്നു. അന്ന് ഞാൻ മാർപ്പാപ്പയ്ക്ക് കുതിരേനെ കൊടുത്ത് കയറിപ്പോൾ വെള്ളം വന്നൊക്കെ കൊടുത്തു. അങ്ങനെ മാർപ്പാപ്പ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സമ്മാനം തന്നു. മാർപ്പാപ്പയുടെ എമ്പളമുള്ള കവറോടുകൂടിയ കൊന്ത. ആ കൊന്ത ഇന്നും എൻ്റെ കൈവശമുണ്ട്. അതിന്റെ കളർ അല്പം മങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ കൊന്ത ഇന്നും എനിക്ക് പ്രിയപ്പെട്ടതാണ്. കാരണം ആയിരുന്നത് കൊന്തയാണ്. വിശുദ്ധനായ ജോർജ് രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധ ജോർജ് രണ്ടാമൻ മാർപ്പാപ്പ എൻ്റെ കൈകളിൽ വെച്ച് തന്ന കൊന്തയാണ്. സ്നേഹമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവം തന്നൊരു ജീവിത പങ്കാളിയാണ്. ദൈവം തന്നൊരു ഭർത്താവാണ്. ദൈവം തന്നൊരു ഭാര്യയാണ്. ദൈവം തന്ന മാതാപിതാക്കളാണ്. ദൈവം തന്ന മക്കളാണ്. മറ്റു പിള്ളേർ അത്രയും പ്രാഭവന്റെ മക്കൾക്കുണ്ടാവില്ല, പഠിപ്പുണ്ടാവില്ല. പക്ഷെ ദൈവം തന്നതാണെന്ന് കരുതി സ്വീകരിക്കാൻ പഠിക്കണം. യോസേഫ് അങ്ങനെ സ്വീകരിച്ച വലിയ മനസ്സിന്റെ ഉടമയായിരുന്നു. യോസേഫിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട പാഠമാണ് ഒന്ന് സ്വീകരിക്കാൻ പഠിക്കുക. ഉപാധികളില്ലാതെ അംഗീകരിക്കാൻ സാധിക്കണം. ഉപാധികളില്ലാതെ വിവാഹത്തിൽ നിങ്ങൾ പ്രതിജ്ഞ എടുത്ത് എന്താണ്? ഇന്നു മുതൽ മകരം വരെ, മരണം വരെ, സന്തോഷത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും. കാശുള്ളപ്പോൾ മാത്രം നിങ്ങളെന്നെ കെട്ടിയോ, ജോലിയുള്ളപ്പോൾ മാത്രം നിങ്ങളെന്റെ ഭർത്താവ്, സൗന്ദര്യമുള്ളപ്പോൾ മാത്രം എന്റെ ഭാര്യ അല്ല. എല്ലാ അനുഭവങ്ങളിലും ഞാൻ സ്വീകരിച്ചോളാം. എല്ലാ അനുഭവങ്ങളും ഞാൻ സ്വീകരിച്ചോളാം. യോസേഫ് തിരുക്കുടുംബത്തിലെ കാവൽക്കാരനായതിന് കാരണം അതാണ്. മറിയത്തെ സ്വീകരിച്ചു, കുഞ്ഞിനെ സ്വീകരിച്ചു. ഇതുപോലെ സ്വീകരിക്കാൻ ഒരു മനസ്സ്, അതിനെന്ത് വേണം? ഒരു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞാൽ നിർത്തിക്കൊള്ളാം. അതിനെന്ത് വേണം? യോസേഫ് ദൈവം പറഞ്ഞത് കേട്ടു, മാലാഖ പറഞ്ഞത് കേട്ടു. വചനം കേൾക്കുന്നവരാകണം. വചനം കേട്ടാലേ കാവൽക്കാരാകാൻ പറ്റൂ. വചനം കേട്ടാലേ നമുക്ക് നല്ല കുടുംബനാഥനും കുടുംബനാഥയും നല്ല മക്കളുമാകാൻ സാധിക്കൂ. വചനം ശ്രവിക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബൈബിളൊക്കെ വായിക്കാൻ ഒരു നല്ല താല്പര്യമൊക്കെ ഉണ്ട്. ഇപ്പം നന്നായി നിങ്ങൾക്ക് ബൈബിളൊക്കെ വായിക്കുന്നവരാണ് എനിക്കറിയാം. ഞാൻ ഓർക്കാണ്ട് പണ്ടൊന്നും ഇതുപോലെ ബൈബിൾ വായിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു. 4ാം ക്ലാസ്സിൽ വേദേശം പഠിക്കുമ്പോൾ വേദേശം എനിക്കൊരു ചോദ്യം, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്, പൂരിപ്പിക്കുക. അമ്മമാർ കുഞ്ഞുങ്ങളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു ഒരു ഡാഷ് ചെയ്തു. എന്താ ചെയ്തത്? എന്താ ചെയ്തത്? തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും എല്ലാവരും ശരിക്കും ഉത്തരവിട്ടൊരു ഞാനല്ല വലിയത് ഇങ്ങനെയാണ്. അമ്മമാർ കുഞ്ഞുങ്ങളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരെ മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകുകയും ചെയ്തു. അവരാകരുന്നവരാർക്കും മുറിച്ചു കൊടുക്കുന്നു. ഇപ്പോഴത്തെ പിള്ളേർ ഭയങ്കര സ്മാർട്ടാണ്. സ്മാർട്ട് പിള്ളേർക്ക് തട്ടുതരം പറഞ്ഞ പിള്ളേരുടെ സ്മാർട്ട്. 10-12 ക്ലാസ്സിലെ പിള്ളേർ ഈ ദൈവവിളിയുടെ ക്യാമ്പിൽ കണ്ടിട്ട് ചോദിക്കും, ഞാൻ ചോദിക്കാം, ദൈവം മോശ എങ്ങനെ വിളിച്ചേ? നമ്മൾ പടപ്പരുവെന്ന് പറയുമ്പോഴാണ് അതൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു വെച്ചാൽ ദൈവം മോശയെ വിളിച്ചാണ്. ദൈവം മലയുടെ മുകളിലായിരുന്നു, മോശ മലയുടെ താഴെ. ഒറ്റ വിളി, മോശ എന്തെങ്കിലും ആവട്ടെ. ബൈബിളൊക്കെ ഒന്ന് വായിക്കണം. ദൈവത്തിന്റെ വചനത്തിന് കാതു കൊടുക്കാൻ സാധിക്കുക. ദൈവം ഇന്ന് എന്നോട് സംസാരിക്കുന്ന ബൈബിളിലൂടെ മാത്രമല്ല, വികാരിയത്തിന്റെ പള്ളി പ്രസംഗത്തിലൂടെ ദൈവത്തിന്റെ വചനം കടന്നു വരുമെന്ന് കേൾക്ക്. സിസ്റ്റേഴ്സിലൂടെ ദൈവത്തിന്റെ വചനം കടന്നു വരും, അവർ പറയണമെന്ന് കേൾക്ക്. മതാധ്യാപകരിലൂടെ ദൈവത്തിന്റെ വചനം കടന്നു വരും, ഒന്ന് കേൾക്ക്. ഭാര്യയിലൂടെ ദൈവത്തിന്റെ വചനം കടന്നു വരുന്നത് എന്ത് നിങ്ങൾ പോയി എവിടെ ചെന്ന് അവസാനിക്കുന്നു പറയട്ടെ. ഈ ഭർത്താവിനോട് നിനക്കൊന്ന് ക്ഷമിച്ചുകൂടെ, പുറത്തുകൂടെ, ഇത്ര പ്രായമായ അമ്മ നേടി. മാതാപിതാക്കളോട് ദൈവത്തിന്റെ വചനം കടന്നു വരും. എന്താണ് പഠിച്ചു പിടിച്ച് തലകിൽ കമ്പട പ്രാർത്ഥനയ്ക്കൊരു കുർബാനയ്ക്കൊരു നില
നീ ഏത് നേരം മൊബൈലിൽ കയറിയിരിക്കണമെന്നുണ്ട്. മാതാപിതാക്കളിലൂടെ ദൈവത്തിന്റെ വചനം കടന്നു വരും, മക്കളിലൂടെ ദൈവത്തിന്റെ വചനം കടന്നു വരും. എന്ത് പപ്പസിങ് ഒറ്റ ദിവസം പ്രാർത്ഥനയ്ക്കില്ല, ഇച്ചിരി കൂട്ടണ്ട, മിണ്ടാണ്ടിരുന്നുണ്ട്. കുഞ്ഞുങ്ങളിലൂടെ ദൈവത്തിന്റെ വചനം കടന്നു വരും. വചനം കേൾക്കുന്നവരാകണം. ജീവിതത്തിന്റെ പ്രതിസന്ധികളെ നേരിടാൻ ഒന്ന് ലിസൺ ചെയ്യാൻ പഠിക്കുക. കുടുംബത്തിൽ ഒന്ന് കേൾക്കാൻ പഠിക്കുക. തമ്പുരാൻ പറയുന്നത് കേൾക്കാൻ പഠിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ തിരുനാൾ അനുഗ്രഹത്തിന്റെ തിരുനാളാവട്ടെ. നമുക്ക് എന്നും തിരുനാൾ ആഘോഷിക്കാം. ഔസേപ്പ് പിതാവ് നല്ല മധ്യസ്ഥൻ, നല്ല മാതൃക. ഔസേപ്പ് പിതാവിന്റെ നല്ല മാതൃകകൾ നമ്മൾ പഠിച്ചു. ഔസേപ്പ് പിതാവ് നമുക്ക് തരുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് ദൈവം എല്ലാവരോടും കരുണ കാണിക്കുന്നു. നമ്മളോട് ഔസേപ്പിനോട് കരുണ കാണിച്ച ദൈവം ഇന്ന് എന്നോടും നിങ്ങളോട് കരുണ കാണിക്കും. നിങ്ങൾ ആരെയും തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല. നിന്നെ കാത്തു കിടക്കുന്ന ഒരു കുമ്പസാരക്കുറുണ്ട്, നിനക്ക് വേണ്ടി കുറിക്കപ്പെടുന്ന ഒരു ബലിപീഠമുണ്ട് എന്ന് നീ തിരിച്ചറിയണം. ഒന്ന് നിരാശപ്പെടരുത്. തെറ്റിലകപ്പെട്ടു പോയെങ്കിലും, നീ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ദൈവം നിന്നോട് കാരുണ്യം കാണിക്കുന്നു. കരുണയോടെ ദൈവം നിന്നെ കാത്തിരിക്കും. ഔസേപ്പിനെ കരുണയോടെ കടാക്ഷിച്ച ദൈവം ഇന്ന് നിന്നെയും കരുണയോടെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തളരരുത്. ഔസേപ്പിൽ പഠിച്ച മറ്റു പാഠങ്ങളും നമ്മുടെ മനസ്സിൽ നമുക്ക് സൂക്ഷിക്കാം. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവർക്കും പെരുന്നാളിൻ്റെ ഹൃദയം നിറഞ്ഞ മംഗള